ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് സ്റ്റാർ ഗൗതം ഗംഭീറിന് മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് കുറച്ച് കുസൃതി കൂടുതലാണ് എന്നുള്ളതാണ്. മുഖം കാണുമ്പോൾ വളരെ ഇന്നസെന്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ കുസൃതിയിൽ താങ്കൾ നമ്പർ 1 ആണെന്നാണ് ഞാൻ കേട്ടത്. സാർ, കുഞ്ഞുപ്രായത്തിൽ ഞാൻ ഒരുപാട് കുസൃതികൾ കാണിച്ചിട്ടുണ്ട്. എന്നെപ്പോലെയുള്ള എല്ലാ യങ്സ്റ്റേഴ്സും കുട്ടിക്കാലത്ത് ഇങ്ങനെ തന്നെയായിരിക്കും ഇരുന്നിട്ടുണ്ടാവുക. എൻ്റെ സ്കൂളിലും ഞാൻ ഒരുപാട് വികൃതികൾ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ എൻ്റെ സ്കൂൾ ഡേയ്സിൽ നടന്ന സംഭവങ്ങളാണ്. ഇപ്പം ഞാൻ മെച്ചൂർഡ് ആയല്ലോ. കുട്ടിക്കാലത്ത് കാണിച്ച വികൃതിയൊന്നും ഇപ്പം ഞാൻ കാണിക്കാറില്ല. താങ്കൾ കുട്ടിക്കാലത്ത് മറ്റുള്ളവരുടെ പാൻറ്റിലൊക്കെ ചുയിങ്ങം ഒട്ടിക്കാറുണ്ടെന്ന്. അതെ സാർ, ചെറിയ പ്രായത്തിൽ ഒരുപാട് പേരുടെ ദേഹത്ത് ചൂയിങ്കം ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ചിലരുടെ ദേഹത്തൊക്കെ എറിഞ്ഞിട്ടുമുണ്ട്. ചൂയിങ്കം മാത്രമല്ല, ഫോം ഒട്ടിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒക്കെ കുട്ടിക്കാലം. അടുത്തുള്ള വീടിന്റെ ജനലൊക്കെ പൊട്ടിക്കാറുണ്ടെന്ന് കേട്ടു. ഞാൻ കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ട്, നെയ്ബറിന്റെ ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയൊരു തെറ്റല്ല. ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അത് തെറ്റാന്ന് പറയാൻ പറ്റില്ല. യുവരാജ് സിംഗ് ആപ്കി അദാലത്തിൽ വന്ന സമയത്ത് അദ്ദേഹം ഇത് പറഞ്ഞിരുന്നു. ക്രിക്കറ്റ് ടീമിലെ വലിയ കുസൃതിക്കാരൻ ആരാണെന്ന് വെച്ചാൽ അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന്. എല്ലാവരും കുസൃതികൾ കാണിക്കാറുണ്ട്. ഒരാളെയും രണ്ടാളെയും ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവരും കാണിക്കാറുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല. ഹർഭജൻ സിംഗും കുസൃതി കാണിക്കാറുണ്ട്. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ കുസൃതി കാണിക്കും. ഈ കുസൃതി കാണിക്കുന്നത് ഒരു തരത്തിൽ സ്ട്രെസ് ബസ്റ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. കുസൃതിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ കളിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ അൺവൈൻഡ് ചെയ്യും. താങ്കൾ ചെയ്ത കുസൃതിയെക്കുറിച്ച് ജനങ്ങളോട് പറയാൻ താല്പര്യമുണ്ടോ? എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അണ്ടർ 16 കളിക്കാൻ വേണ്ടി ഡൽഹിക്ക് വന്നതായിരുന്നു. ടിസാവിന്റെ ഓണർ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ സ്പോൺസർ. ബോംബെയിൽ വെച്ച് ക്വാർട്ടർ ഫൈനൽ നടന്നു. അന്ന് ഞാൻ ആ ഓണറിന്റെ മുഖത്ത് തന്നെ ചൂയിങ് എറിഞ്ഞിരുന്നു. അന്ന് ഞാൻ പിടിക്കപ്പെട്ടു. ഇതിലേറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നാൽ ഓണറിന്റെ മുഖത്താണ് ഞാൻ ചൂയിങ് എറിഞ്ഞത്. അപ്പോൾ ഞാൻ അണ്ടർ 16 പ്ലെയർ ആയിരുന്നു. എനിക്കന്ന് 14-15 വയസ്സ് കാണും. അതായിരുന്നു ഞാൻ ചെയ്ത ഏറ്റവും വലിയ കുസൃതി എന്ന് ഞാൻ പറയും. പാകിസ്ഥാനെതിരായിട്ട് കളിക്കുമ്പോഴാണ് താങ്കളുടെ വലിയ അഗ്രസീവ് കാണാൻ സാധിക്കുന്നത്. സാർ, അത് ഞാൻ മാത്രമല്ല, എല്ലാ ഇന്ത്യക്കാരെയും നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനെതിരെ അഗ്രഷൻ കുറച്ച് കൂടുതലായിരിക്കും. പാകിസ്ഥാനെതിരെ അഗ്രഷൻ വരുന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഒക്കെ സെയിം ആയിരിക്കും. ചില സമയത്ത് ലാംഗ്വേജ് എക്സ്ചേഞ്ച് ആവും. ക്യാമറയുടെ മുന്നിൽ വെച്ചതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മളെ ആ സമയത്ത് അഗ്രസീവാക്കി മാറ്റുന്നത്. ഏതൊരു ബോളറിനെയാണ് താങ്കൾ അടിച്ച് നിലംപരിശാക്കിയെന്ന് വളരെയധികം സന്തോഷപ്പെട്ടത്? പാകിസ്ഥാനെതിരെ നമ്മൾ നല്ല റൺ അടിച്ചാൽ എപ്പോഴും സന്തോഷകരമായ കാര്യമാണ്. അതായത് പാകിസ്ഥാനെ പറ്റി ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ എന്നൊരു അവസ്ഥ വരുമ്പോൾ ക്രിക്കറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ ആദ്യം നമ്മൾ എങ്ങനെയും പാകിസ്ഥാനെതിരെ ജയിക്കണം എന്നുള്ളൊരു ചിന്ത വരും. സോ അങ്ങനെ ഒരു വാശിയിൽ കളിക്കുമ്പോൾ പാകിസ്ഥാനെതിരെ ജയിക്കാൻ കഴിഞ്ഞാൽ അത് നല്ലൊരു സന്തോഷം തന്നെ നമുക്കുണ്ടാക്കും. ഇപ്പോഴും താങ്കൾ കണ്ട് പേടി തോന്നുന്ന ഒരു ബൗളർ ആരെങ്കിലും ഉണ്ടോ? സംവൺ ലൈക്ക് ബ്രെഡ്ലി, പിന്നെ ഡെയിൽ സ്റ്റെയിൻ, ഇവരെ പോലെ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ പിന്നെ മുരളീധരനുണ്ട്. എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു വേൾഡ് ക്ലാസ് ബോളറാണ്. ഇവർക്കെതിരെയൊക്കെ റണ്ണെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാ പ്ലേയേഴ്സിനും അത് വളരെ ചാലഞ്ചിങ് ആണ്. ഇത്തരം ബോളേഴ്സിനെതിരെ റണ്ണടിക്കാൻ പറ്റിയാതെ നമുക്ക് വളരെ സന്തോഷം തരും. കാരണം അവർക്കെതിരെ റണ്ണെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. സോ ഇവർക്കെതിരെയൊക്കെ റണ്ണെടുക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബോളറിനെ കുറിച്ച് പറയാൻ സാധിക്കുമോ? ഇദ്ദേഹത്തിനെതിരായിട്ട് റണ്ണടിച്ചാൽ എനിക്ക് വളരെയധികം സന്തോഷമായിരിക്കുന്നു. ഒരേ ഒരു ബോളർ മാത്രം എപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരിക്കലും അദ്ദേഹത്തിനെ ഞാൻ നേരിട്ടിട്ടില്ല. അത് ഷെയ്ൻ വോൺ ആണ്. അദ്ദേഹത്തിനെതിരെ റൺസ് എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിന്റെ കൂടെ കളിക്കണമെന്ന് ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട്. IPL ഞാൻ അദ്ദേഹത്തെ നേരിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ റണ്ണെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനായേനെ. കാരണം അദ്ദേഹം ഒരു വേൾഡ് ക്ലാസ് ബോളറാണ്, വലിയൊരു കോമ്പറ്റീറ്ററുമാണ്. സോ അദ്ദേഹത്തിനെതിരെ റൺസ് എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനായേനെ. ഗൗതം, പലരും പറയാറുണ്ട് നമ്മൾ പാകിസ്ഥാനെതിരായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പാടില്ല, അവർ നമ്മുടെ ശത്രു രാജ്യമാണെന്ന്. അങ്ങനെ വല്ല തീരുമാനം താങ്കൾക്കുണ്ടോ? ആക്ച്വലി ഇതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള ഡിസിഷൻസ് ആണ്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഗവൺമെന്റ് തന്നെ എടുക്കേണ്ട തീരുമാനങ്ങളാണെന്നാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും ക്രിക്കറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഇന്ത്യയും ഓസ്ട്രേലിയയും പോലെയുള്ള രാജ്യങ്ങൾ മാത്രം പിന്നെ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ഫണ്ട് നഷ്ടപ്പെടും. നിങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മാച്ചിന്റെ വ്യൂവേഴ്സിനെ നോക്കൂ, ജനങ്ങളുടെ എക്സ്പെക്ടേഷൻ നോക്കൂ, അവരുടെ മുഖത്തുള്ള ടെൻഷൻ നോക്കൂ. ഈയിടെ ലാസ്റ്റായിട്ട് വേൾഡ് കപ്പ് സെമിഫൈനലിൽ പാകിസ്ഥാനെതിരെ കളിച്ചിരുന്നു. ഇന്ത്യയിൽ അന്ന് എത്തരത്തിലുള്ള റിയാക്ഷനാണ് ഉണ്ടാക്കിയത്? ജനങ്ങളുടെ മനസ്സിൽ ആ മാച്ചിന് ശേഷം വലിയ സന്തോഷം തന്നെ ഉണ്ടായി, പാകിസ്ഥാനെതിരെ നമ്മൾ ജയിച്ചതുകൊണ്ട്. സോ ഇന്റർനാഷണൽ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അതുപോലെ പലരും പറയാറുണ്ട് ഇപ്പോൾ പാകിസ്ഥാനെതിരായിട്ട് നമ്മൾ ജയിച്ചു കഴിഞ്ഞ് ഇനി ഫൈനലിൽ ജയിച്ചില്ലെങ്കിലും സാരമില്ലെന്ന്. സർ, തുടക്കം മുതലേ ഇത് തന്നെയാണ് നടക്കുന്നത്. പാകിസ്ഥാനെതിരെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നു, അവസാനം നമ്മൾ ജയിക്കുന്നു. അതിലുപരി ഇതിനകത്ത് വേറൊന്നും തന്നെ കാണേണ്ടതില്ലെന്നാണ് എല്ലാവരും പറയുക. പക്ഷേ ഇന്റർനാഷണൽ ലെവലിൽ പാകിസ്ഥാനെതിരെ കളിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോഴേ ഒരു ഫൺ ഉണ്ടാവൂ, കോമ്പറ്റീഷൻ ഉണ്ടാവൂ, പിന്നെ അഗ്രഷനും ഉണ്ടാവും.
അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം പാകിസ്ഥാൻ ടീം ഇവിടെ വരുന്ന സമയത്ത് അവരെ അടിച്ച് നിലംപരിശാക്കുന്ന താങ്കൾക്ക് ജനങ്ങളോട് പ്രോമിസ് ചെയ്യാൻ പറ്റുമോ? ശ്രമിക്കും, പക്ഷേ പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അവർക്കെതിരെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഭാവിയിലും അങ്ങനെ തന്നെ ശ്രമിക്കും. ഇതുവരെ കളിച്ച മാച്ചുകളുടെ റെക്കോർഡ് നോക്കിയാൽ എല്ലാത്തിനേക്കാളും ഇന്ത്യയുടെ റെക്കോർഡ്സ് വളരെ ബെറ്റർ തന്നെയാണ്. ഇനി അങ്ങോട്ടും ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ജയിക്കാൻ ശ്രമിക്കും. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വന്നാൽ അവർക്കെതിരെ എങ്ങനെയെങ്കിലും ഞങ്ങൾ ജയിക്കാൻ ശ്രമിക്കും. സർ, താങ്കളുടെ കല്യാണം എപ്പോഴായിരിക്കും? ഇപ്പൊ കല്യാണത്തിനെ പറ്റി ആലോചിക്കാനൊന്നും സമയമില്ല, കാരണം കണ്ടിന്യൂസ് ആയിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നല്ലൊരു അവസരം കിട്ടിയാൽ, അതായത് നല്ലൊരു പെണ്ണിനെ കിട്ടിയാൽ ഉറപ്പായിട്ടും ഞാൻ കല്യാണം കഴിക്കുന്നതായിരിക്കും.